എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ചതുർഭുജത്തിലെ കോണുകൾ 1:2:3:4 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോൺ എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ചതുർഭുജത്തിന്റെ കോണുകളുടെ തുക, ചതുർഭുജം എന്ന് പറയാൻ 4 വശമുള്ള ഏതൊരു ഫിഗറിനെയും ചതുർഭുജം എന്ന് പറയാം. സാമാന്തരികമായാലും സ്ക്വയർ ആയാലും ലംബകമായാലും ഏതായാലും. ഇപ്പൊ 4 വശമുള്ള ഏതൊരു ഫിഗറിനെയും ചതുർഭുജം എന്ന് പറയാം. ചതുർ എന്ന് പറഞ്ഞാൽ 4 വശമുള്ളത്. അപ്പൊ ചതുർഭുജത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ് എല്ലായ്പ്പോഴും. കോണുകളുടെ അംശബന്ധം ഇവിടെ 1:2:3:4 തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ കോണാ ചോദിച്ചേക്കുന്നത്. ഏറ്റവും വലുതെന്ന് പറയാം 1, 2, 3, 4 ഏറ്റവും വലുത് 4 ഡിവൈഡഡ് ബൈ, പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടും 1 + 2 + 3 + 4 10 ഇൻറ്റു ആകെ കോണുകളുടെ തുക. അതായത് 144 പേരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏറ്റവും ചെറിയ കോണാ ചോദിച്ചെങ്കിൽ ഇതിലേക്ക് ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. 1 ഇതെല്ലാം കൂടെ കൂട്ടുക 10, 1, 2, 3, 4 കൂടെ കൂട്ടുക ഇൻറ്റു 360 ആകെ കോണുകളുടെ. അപ്പൊ അവിടെ 36 ഡിഗ്രി വരും. ഏറ്റവും ചെറുതാ ചോദിച്ചെങ്കിൽ. ഏറ്റവും വലുതായതുകൊണ്ട് ഇതിലേക്ക് ഏറ്റവും വലിയ സംഖ്യ എടുക്കും. 1:2:3:4 ഏറ്റവും വലിയ സംഖ്യ 4 ഇതെല്ലാം കൂടെ കൂട്ടുക 10 ഇൻറ്റു 360. ഇത് 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഏത് പ്രോഗ്രഷൻ ആണ്, ഇത് എന്ത് സീക്വൻസ് ആണ്, ഈ സംഖ്യാശ്രേണി എങ്ങനത്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര പ്രോഗ്രഷൻ ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താ കാരണം? 2, 3 കൂടെ കൂട്ടി 5, 5, 3 കൂടെ കൂട്ടി 8, ഇനി അടുത്ത ടൈം 8, 3 കൂടെ കൂട്ടി 11, 3, 3 ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാല് 3 5-ന്ന് 2 കുറയ്ക്കുക, അതായത് 3. ഇവിടെ എത്രാമത്തെ പദമാണ് 2500 എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഇതിന്റെ ശ്രേണിയുടെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടൈം കാണാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് പറയുന്നത് 25ന്റെ 5, 2 0 വരുമ്പോൾ 1 0. സ്ക്വയർ റൂട്ടിൽ എത്ര 0 ഉണ്ട്? അതിന്റെ നേരെ പകുതി 0 ഇട്ടാൽ മതി. ഇവിടെ 50 × 50. അപ്പൊ അവസാന പദം എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് n കാണാൻ ലാസ്റ്റ് പദത്തിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. an - a1/d + 1. എത്രാമത്തെ പദമാണ് എന്നെ കണ്ടുപിടിക്കേണ്ടത്. n = an - a1/d + 1. an എത്ര? 50. 50 - 2 a1 ഫസ്റ്റ് പദം ബൈ ഡി പൊതുവ്യത്യാസം പ്ലസ് 1, അതായത് 48/3 + 1 = 16 + 1 = 17 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ എത്രാമത്തെ പദമാണ് 2500 എന്ന് കണ്ടുപിടിക്കാൻ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം 2500ന്റെ. അപ്പൊ 50 കിട്ടി. അപ്പൊ ലാസ്റ്റ് പദം കിട്ടി നമുക്ക്. ഫസ്റ്റ് പദം ആദ്യത്തെ പദം, അതായത് 2. ലാസ്റ്റ് പദം നമ്മൾ കണ്ടുപിടിച്ചു, അതായത് 50. അപ്പൊ നമ്മുടെ ശ്രേണി എങ്ങനെയാ വരുക? 2, 5, 8 എക്സെട്ര 50 എന്ന് വരും. അപ്പൊ ഫസ്റ്റ് പദവും കിട്ടി, ലാസ്റ്റ് പദവും കിട്ടി. അപ്പൊ എത്രാമത്തെ പദം എന്ന് ചോദിച്ചാൽ എന്നാ കണ്ടുപിടിക്കേണ്ടത്? n നമ്പർ ഓഫ് ടൈംസ്. അത് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. an - a1 ഡിവൈഡഡ് ബൈ d + 1. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. എത്ര ഇവിടെ കൂട്ടി എഴുതിയേക്കുന്നത്? സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. അപ്പൊ n = an - a1/d + 1. ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം കുറയ്ക്കുക. ഫസ്റ്റ് ടൈം കിട്ടി, ലാസ്റ്റ് ടൈം കിട്ടി. ഈ ഫോർമുലയിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി n കണ്ടുപിടിക്കാൻ. an - a1/d + 1, അതായത് 50. ലാസ്റ്റ് പദം ഏതാണ്? എക്സെട്ര 50. 2, 5, 8 എക്സെട്ര 50. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 2. an എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം 50. 50 - 2/d an - a1/d. d എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുവ്യത്യാസം പ്ലസ് 1. 48/3 + 1, അതായത് 48 3 കൊണ്ട് ഇരിക്കുമ്പോൾ 16. 16 + 1 17. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 17.
2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഏത് പ്രോഗ്രഷൻ ആണ്, ഇത് എന്ത് സീക്വൻസ് ആണ്, ഈ സംഖ്യാശ്രേണി എങ്ങനത്തെ ആണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര പ്രോഗ്രഷൻ ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താ കാരണം? 2 3 കൂട്ടി 5, 5 3 കൂട്ടി 8, ഇനി അടുത്ത ടൈം 8 3 കൂട്ടി 11, 3 3 ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാല് 3 5 2 കുറയ്ക്കുക, അതായത് 3. ശ്രേണിയുടെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടൈം കാണാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് പറയുന്നത് 25ന്റെ 5, 2 0 വരുമ്പോൾ 1 0. സ്ക്വയർ റൂട്ടിൽ എത്ര 0 ഉണ്ട്? അതിന്റെ നേരെ പകുതി 0 ഇട്ടാൽ മതി. ഇവിടെ 50 ഗുണം 50. അപ്പൊ അവസാന പദം എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് n കാണാൻ ലാസ്റ്റ് പദത്തിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, an മൈനസ് a1 ബൈ d പ്ലസ് 1. എത്രാമത്തെ പദമാണ് എന്നെ കണ്ടുപിടിക്കേണ്ടത്? n സമം an മൈനസ് a1 ബൈ d പ്ലസ് 1. an എത്ര? 50. 50 മൈനസ് 2 a1 ഫസ്റ്റ് പദം ബൈ ഡി പൊതുവ്യത്യാസം പ്ലസ് 1, അതായത് 48 ബൈ 3 പ്ലസ് 1 സമം 16 പ്ലസ് 1 സമം 17 വരും. ഓപ്ഷൻ ഡി ആണ്. എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം 2500ന്റെ. അപ്പൊ 50 കിട്ടി. അപ്പൊ ലാസ്റ്റ് പദം കിട്ടി നമുക്ക്. ഫസ്റ്റ് പദം ആദ്യത്തെ പദം അതായത് 2, ലാസ്റ്റ് പദം നമ്മൾ കണ്ടുപിടിച്ചു, അതായത് 50. അപ്പൊ നമ്മുടെ ശ്രേണി എങ്ങനെയാ വരുക? 2, 5, 8 എക്സെട്ര 50 എന്ന് വരും. അപ്പൊ ഫസ്റ്റ് പദവും കിട്ടി, ലാസ്റ്റ് പദവും കിട്ടി. അപ്പൊ എത്രാമത്തെ പദം എന്ന് ചോദിച്ചാൽ എന്നാ കണ്ടുപിടിക്കേണ്ടത്? n നമ്പർ ഓഫ് ടൈംസ്. അത് കാണാൻ ഒരു ഫോർമുല ഉണ്ട്, an മൈനസ് a1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. എത്ര ഇവിടെ കൂട്ടി എഴുതിയേക്കുന്നത്? സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. അപ്പൊ n ഈക്വൽ ടു an മൈനസ് a1 ബൈ d പ്ലസ് 1. ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം കുറയ്ക്കുക. ഫസ്റ്റ് ടൈം കിട്ടി, ലാസ്റ്റ് ടൈം കിട്ടി. ഈ ഫോർമുലയിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി n കണ്ടുപിടിക്കാൻ. an മൈനസ് a1 ബൈ d പ്ലസ് 1, അതായത് 50. ലാസ്റ്റ് പദം ഏതാണ്? എക്സെട്ര 50. 2, 5, 8 എക്സെട്ര 50. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 2, an എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം 50. 50 മൈനസ് 2 ബൈ d, an മൈനസ് a1 ബൈ d. d എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുവ്യത്യാസം പ്ലസ് 1. 48 ബൈ 3 പ്ലസ് 1, അതായത് 16 3 48 16 പ്ലസ് 1 17. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 17. ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ഇതാണ് ചതുരം, നീളവും വീതി. ഇത് നീളം, ഇത് വീതി. ലെങ്തും ബ്രെഡ്ത്തും. നീളവും വീതിയും. നീളം 40 മീറ്ററും വീതി 30 മീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ്. ഈ ചതുരത്തിന്റെ ചുറ്റളവ് സമചതുരത്തിന്റെ വേറൊരു സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്, 2 × l പ്ലസ് ബി. 2 × l എത്ര? 40 പ്ലസ് ബി 30 സമം 2 × 70 സമം 140. ഇത് ഏതിന് തുല്യമാണ് തന്നിട്ടുണ്ട്? സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യം. സമചതുരത്തിന്റെ ചുറ്റളവ്, സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമായിട്ടുള്ള 4 സൈഡുള്ള ഫിഗർ. സമചതുരം, എന്നുള്ള പേരിൽ തന്നെ അറിയാം, എല്ലാ വശങ്ങളും തുല്യം. അപ്പൊ 4 ഗുണം വശമാണ് 4a. സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 4a എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണ് തന്നിട്ടുണ്ട്. 4a എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുവെച്ചു ചതുരത്തിന്റെ ചുറ്റളവ് 140. 2 × l പ്ലസ് ബി. 2 × 30 40 പ്ലസ് 30. അതായത് a കാണാൻ 140 കൂടെ കിടക്കുന്ന 4 കൊണ്ട് ഹരിക്കുക, 35 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 35. അപ്പൊ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചത്. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഏതിന് തുല്യമാണ്? ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമാണെന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ചതുരം എന്ന് പറയാൻ ഇതാ, നീളം വീതി, ലെങ്ത് ബ്രെഡ്ത്ത്. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, 40 മീറ്റർ 30 മീറ്റർ. അതിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × l പ്ലസ് ബി. അത് കണ്ടുപിടിക്കുന്നു. 2 × ലെങ്ത് 40 മീറ്റർ പ്ലസ് 30 മീറ്റർ. 2 × 40 പ്ലസ് 30 70 140. അത് ഏതിന് തുല്യമാണ്? സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 4 ഗുണം വശം 4a, ഇവിടെ a ആണ് വശം.
4A എന്ന് പറയുന്നത് 140. അപ്പൊ A കാണാൻ, വശം കാണാൻ, സമയത്തിന്റെ വശം കാണാൻ 140നെ 4 കൊണ്ട് ഹരിക്കുന്നു 35. ഓപ്ഷൻ A ആണ് ഉത്തരം. ത്രികോണത്തിലെ കോണുകൾ 2:3:4 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോൺ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. 3 കോണുകളായിരിക്കും ആകെയുള്ള, 3 വശങ്ങളാണ് കോൺ. അപ്പൊ കോണുകളുടെ അംശബന്ധം 2:3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഏറ്റവും ചെറിയ കോണാണ് ചോദിച്ചത്. ചെറിയ കോണ് ചോദിച്ചാല് ഇതിനകത്തെ ചെറിയ അളവെടുക്കുക. 2 ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടുക. 2, 3, 5, 4, 9 ഇൻറ്റു ആകെ കോണുകളുടെ തുക. അതായത് 40 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 40 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏറ്റവും വലിയ കോണാ ചോദിച്ചെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 9, 2, 3, 4 അതിലേറ്റവും വലിയ അളവ് എഴുതുക ഇൻറ്റു 180 വരും. 80 വരും. ഏറ്റവും വലിയ കോണാ ചോദിച്ചത്. ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. ഇവിടെ 59, 73, 47 ഇത് അത്ര അഭാജ്യ സംഖ്യകളാണ്. ഈ 87 മാത്രമാണ് ഭാജ്യസംഖ്യ, കോമ്പസിറ്റ് നമ്പർ. 8, 7, 15. അപ്പൊ 3ന്റെ ഗുണിതമാണ് വരുന്നത്. അപ്പൊ 15 3ന്റെ ഗുണിതമാണ്. ഈ സംഖ്യ കൂട്ടി നോക്കുമ്പോ 3ന്റെ ഗുണിതമാണ് വരുന്നത്. അപ്പൊ ഇതിന് ഈ ബാക്കി എല്ലാത്തിനും 59ന് 1, 59 മാത്രം ഘടകങ്ങൾ, 73നും 1 ആ സംഖ്യ മാത്രം ഘടകങ്ങൾ. ഇവിടെ 47നും അങ്ങനെ തന്നെ. അതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. 87 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. കാരണം 87 ഒരു ഭാജ്യ സംഖ്യയാണ്. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 12, 48, 24, 16. 16 ആണ് ഉത്തരം. ബാക്കിയെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. 12, 1, 12, 12, 4, 48, 12, 2, 24. ഓപ്ഷൻ ബി ആണ് ഉത്തരം. PSCക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. ഹരണ സാധ്യത. ആ നിയമം മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 9ന്റെയും 3ന്റെയും ഒരേ നിയമമാണ്. വലിയ സംഖ്യകൾ തന്നിട്ട് തന്നിരിക്കുന്ന സംഖ്യകൾ 9ന്റെ ഗുണിതം ഏത്, അല്ലെ കുറെ സംഖ്യകൾ തന്നിട്ട് 3ന്റെ ഗുണിതം ഏത്, അത് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ നിയമം അറിഞ്ഞിരിക്കണം. അതായത് അക്കങ്ങളുടെ തുക, തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായാൽ ആ തന്നിരിക്കുന്ന വലിയ സംഖ്യ ഏതായാലും അത് 3 കൊണ്ട് നിശേഷമായിരിക്കാം. ഉദാഹരണം 327 കൂട്ടുക. 3, 2, 7, 12 കിട്ടും. അപ്പൊ ഇവിടെ 12 3ന്റെ ഗുണിതമായതുകൊണ്ട് 327 3ന്റെ ഗുണിതമാണ്. 3 കൊണ്ട് നിശേഷമായിരിക്കാം. വേറെ എണ്ണം 4209. അത് അക്കങ്ങൾ കൂട്ടി നോക്കുക. 4 + 2 + 0 + 9 15 കിട്ടും. ആ സംഖ്യ നമുക്ക് 3 കൊണ്ട് നിശേഷമായിരിക്കാം. അതേ നിയമം തന്നെയാണ് 9ന്റെ. അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായാൽ തന്നിരിക്കുന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷമായിരിക്കാം. എക്സാമ്പിൾ നോക്കാം. 7209. അതായത് 7 + 2 + 0 + 9 18 കിട്ടും. 18 9ന്റെ ഗുണിതമായതുകൊണ്ട് ഈ സംഖ്യ 9 കൊണ്ട് നിശേഷമായിരിക്കാം. ഇവിടെ 4788. 4 + 7 + 8 + 8 27 കിട്ടും. 27 9ന്റെ ഗുണിതമായതുകൊണ്ട് തന്നിരിക്കുന്ന എത്ര വലിയ സംഖ്യ ആണെങ്കിലും നമ്മൾ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കിയാൽ മതി. തുക 9ന്റെ ഗുണിതമാണെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ 9 കൊണ്ട് നിശേഷമായിരിക്കുക. 3ന്റെ അതേ നിയമമാണ്. തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക. അത് 3ന്റെ ഗുണിതമായാൽ തന്നിരിക്കുന്ന വലിയ സംഖ്യ ഏതായാലും അത് 3 കൊണ്ട് നിശേഷമായിരിക്കാം. കുറെ ഗ്രൂപ്പ് സംഖ്യകൾ തന്നിട്ട് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 9ന്റെ ഗുണിതങ്ങൾ എന്ന് ചോദിച്ചാൽ അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് 9ന്റെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യ 9 കൊണ്ട് നിശേഷമായിരിക്കാം. 9ന്റെ ഗുണിതമായിട്ട് വരും. അതുപോലെ തന്നെ 3ന്റെയും അതേ നിയമം തന്നെയാണ്. അക്കങ്ങളുടെ തുക 3ന്റെയും 9ന്റെയും ഭരണസാധ്യത ഡിവിസിബിലിറ്റി റൂള് ഒരേപോലെയാണ്. അക്കങ്ങളുടെ തുക കൂട്ടി നോക്കിയാൽ 3ന്റെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യ 3 കൊണ്ട് നിശേഷമായിരിക്കാം. 3ന്റെ ഭരണസാധ്യത 4. അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യ 4ന്റെ ഗുണിതമായാൽ എത്ര വലിയ സംഖ്യ ആയാലും ആ സംഖ്യ 4 കൊണ്ട് നിശേഷമായിരിക്കാം. അതായത് 27336. ലാസ്റ്റിലെ 2 സംഖ്യ ചേർന്ന 2 അക്കം ചേർന്ന സംഖ്യ 36. 36 4ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യ 4 കൊണ്ട് നിശേഷമായിരിക്കും. 7,68,424. ഇവിടെ ലാസ്റ്റ് 2 അക്കം ചേർന്ന സംഖ്യ 24. അത് 4ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യ 4 കൊണ്ട് നിശേഷമായിരിക്കും. ഇനി തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ 8 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ 8 കൊണ്ട് നിശേഷമായിരിക്കാം. 8ന്റെ ഹരണസാധ്യത നിയമം. അതായത് എക്സാമ്പിൾ നോക്കാം. 1,17,800. ലാസ്റ്റ് 3 അക്കം ചേർന്ന സംഖ്യ 800. 800. ഇത് 8 കൊണ്ട് നിശേഷമായിരിക്കാം. അതുകൊണ്ട് ഈ വലിയ സംഖ്യ 8 കൊണ്ട് നിശേഷമായിരിക്കാം. ഇവിടെ 2,00,000
25,76,840. ഇവിടെ 840 8 കൊണ്ട് നിശേഷമായിരിക്കും. അതുകൊണ്ട് ഈ വലിയ സംഖ്യ 8 കൊണ്ട് നിശേഷമായിരിക്കാം, 8ന്റെ ഗുണിതമായിട്ട് വരും. ഇവിടെ അതുപോലെ 35,76,808. 808 ലാസ്റ്റിലത്തെ 3 അക്കം വരുന്ന സംഖ്യ, 3 അക്കം ചേർന്ന സംഖ്യ 808. അതിന് 8 കൊണ്ട് നിശേഷമായിരിക്കും. അതുകൊണ്ട് ഈ തന്ന സംഖ്യ 8ന്റെ ഗുണിതമാണ്. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇത് അക്കങ്ങളുടെ തുക കൂട്ടി നോക്കിയാൽ മതി. ഇത് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത അയച്ചത് 15, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 18, അതും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഈ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 18, അതും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇത് 23 കിട്ടുന്നത്. 9 + 5 + 5 + 4. 23 3ന്റെ ഗുണിതം അല്ല. അതുകൊണ്ട് നമുക്ക് കൊടുത്ത ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3ന്റെ ഗുണിതം അല്ലാത്തത് വേണം എഴുതാൻ. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാവുന്ന സംഖ്യ ഏതോ, 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ ഇത് കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ 16, ഇവിടെ 18, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 23, ഇത് 29. ഇവിടെ 9ന്റെ ഗുണിതമായിട്ട് വന്ന ഏതാ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. അക്കങ്ങളുടെ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക, 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യ ഏതാന്ന് നോക്കുക. അതാണ് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ വർഷം വീണ്ടും ആവർത്തിക്കുന്ന, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കലണ്ടർ ഏത് വർഷത്തെയാന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ശിഷ്ട തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 4 കേസാണ് വരുന്നത്. ശിഷ്ടം 1 വരാം, 2 വരാം, 3 വരാം, 0 വരാം. തന്ന വർഷത്തെ ശിഷ്ടം 1 വന്നെങ്കിൽ തന്ന വർഷത്തെ 6 കൂടെ കൂട്ടുക, തന്ന വർഷത്തിന്റെ കൂടെ 6 കൂടെ കൂട്ടുക. ശിഷ്ടം 2 വന്നെങ്കിൽ തന്ന വർഷത്തിന്റെ കൂടെ 11 കൂട്ടുക. 2 ആയാലും 3 ആയാലും ഒരേ നിയമമാണ്, തന്ന വർഷത്തിന്റെ കൂടെ 11 കൂട്ടുക. ശിഷ്ടം 0 വന്നെങ്കിൽ തന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ടുക. ഒരു ഉദാഹരണം നോക്കാം. 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം ഏത്, അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷമെന്നോ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന വർഷമെന്നോ ചോദിച്ചാൽ നമ്മൾ 2011 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നു. അതുകൊണ്ട് 2011ന്റെ കൂടെ 11 കൂടെ കൂട്ടുന്നു. 2 വന്നാലും 3 വന്നാലും ശിഷ്ടം 2 ആയാലും 3 വന്നെങ്കിലും 11 കൂടെ കൂട്ടുക. 2011 + 11 2022 വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം. 2011 വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വർഷം, ആവർത്തിക്കുന്ന വർഷം. ഓപ്ഷൻ തന്നത് 2022. കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.